നിങ്ങളാണ് താരം. You are the star. With RJ Shiffin. കഥകൾ കേൾക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. കഥകൾ കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ഒരു താരമാണ് ഇന്ന് ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് യഥാർത്ഥത്തിൽ RJ ഷിഫിനോടൊപ്പം ഉള്ളത് മിസ്റ്റർ നിസാർ പട്ടോം. ഹലോ. ഹായ്. യെസ്, ഈ കഥകൾ പറഞ്ഞു കൊടുത്ത് എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തിയെന്ന് ഞാൻ പറഞ്ഞത് 100% മനസ്സിൽ തട്ടിയാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് നിസാർ പട്ടോം എന്ന താങ്കൾ കഥകൾ പറയുന്നത്. ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ? അതിൽ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ കഥയുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് ഒരു പുതുവർഷ ദിനത്തിൽ കുറച്ചൊരു സംഘടിപ്പിച്ച് ഈ വർഷം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എഴുതി വെക്കാൻ പറഞ്ഞു. എഴുതി വെച്ചിട്ട് ഒരു ബോക്സിലിടും. വർഷം അവസാനം ഒരു ഒത്തുകൂടും. എന്നിട്ട് ആ ബോക്സിൽ തുറന്ന് വായിക്കും. അതാണ് പ്ലാൻ. അങ്ങനെ വർഷാവസാനമൊക്കെ ഒരു ഒത്തുകൂടി. അപ്പം എല്ലാവരും വായിക്കാൻ തുടങ്ങി. ഈ വർഷം 10 കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് എഴുതിയ ആൾക്ക് 8 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം ദുരന്തമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എഴുതിയാൽ ദുരന്തം തന്നെയാണ് കിട്ടിയത്. അതിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മരിച്ച ആളെ കുറിപ്പടി ഇവരെല്ലാവരും കൂടി എടുത്ത് വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ഈ വർഷം ഞാൻ മരിച്ചു പോകുമെന്ന് പേടിക്കുന്നുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽ ആരും 60 വയസ്സിന് മുകളിൽ ജീവിച്ചിട്ടില്ല. അത് മരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് സംഭവിക്കുന്ന ഏറ്റവും നല്ല പ്രതീക്ഷയോടെ പുതുവർഷത്തിനെ കാത്തിരിക്കുക എന്നുള്ള സംഗതിയില്ലേ. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അസ്ഥാനത്തായി പോകും എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയോട് കൂടി തന്നെ 2026 മനോഹരമായിട്ട് തുടങ്ങട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ നിസാർ പട്ടോം എന്ന വ്യക്തി ഈ ഒരു മേഖലയിലേക്ക് സ്റ്റോറി ടെല്ലറായിട്ട് മാറാനുള്ളൊരു റീസൺ, തുടക്കം എങ്ങനെയായിരുന്നു? കോവിഡാണ് കാരണം. ട്രെയിനിങ് ആയിരുന്നു എൻ്റെ കംപ്ലീറ്റ് മേഖല. ട്രെയിനിങ് മാത്രമായിട്ട് ജീവിച്ചിരുന്ന കാലം ഉണ്ടാവില്ലേ, ആ കാലത്താണ് ആശാൻ വരുന്നത്, കോവിഡ് ആശാൻ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് മൂപ്പര് ഒരാഴ്ച കഴിഞ്ഞ് പോകും എന്നുള്ളത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് മൂപ്പര് സ്വീകരിക്കുകയൊക്കെ ചെയ്ത്. ഒരു പോണ കാണുന്നില്ല. അന്ന് ട്രെയിനിങ് വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. കാരണം ഓൺലൈൻ സെഷനൊക്കെ ഫ്രീ ആണ്, ഫീസ് വാങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ റവന്യൂ സോഴ്സ് ആണ് എന്ത് ട്രെയിനിങ്. അപ്പോൾ ഞങ്ങൾക്ക് ഫീസ് ഈടാക്കാവുന്ന എന്നാൽ ട്രെയിനിങ് അല്ലാതെ ഡിഫറെൻ്റ് ആയി എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്ത വന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, അന്ന് ടീച്ചേഴ്സൊക്കെ കുട്ടികളെ പിടിച്ചിരുത്താൻ വല്ലാതെ കഷ്ടപ്പെടുന്ന കാലം. സ്ക്രീനകത്ത് കുട്ടികൾ നിർത്തണം, പഴയ പോലെ ഒന്നും പറ്റില്ല. അപ്പോൾ അതിനുപയോഗിക്കാവുന്ന ടൂളാണെന്ത് കഥ. എനിക്കറിയാവുന്ന കഥകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അന്ന് ശേഷം 900-നടുത്ത് കഥകൾ എൻ്റെ അടുത്ത് അന്ന് അറിയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ 500 ചൂസ് ചെയ്തു. ഞങ്ങളൊരു കോഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തു, ഒരു കഥ സൊട്ടുമ. ഞങ്ങളൊരു പോസ്റ്റർ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ഞങ്ങളൊരു ടീമുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു, പോസ്റ്റർ ഔട്ട് ചെയ്തു. 22 പേര് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ മറ്റേ ഡയലോഗിൽ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്താണ്, ആ ഒരു ഫീലായി ഞങ്ങൾക്ക്. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാച്ചായിട്ട് പോയി. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം. ഇന്ന് 22 അല്ല 22,000-ലധികം പേർ, അതിനേക്കാൾ കൂടുതൽ. അങ്ങനെ ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവരാണ് നിസാർ പട്ടോത്തിന്റെയും കൂട്ടുകാരുടെയും കഥകൾ കേൾക്കാനിരിക്കുന്നത്. ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നു. ഖത്തറിൽ മനോഹരമായിട്ടുള്ള കഥകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. കുഞ്ഞിലേ തന്നെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ട് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും നമുക്ക് നല്ല നല്ല കഥകൾ കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടവുമാണ്. ഈ പട്ടോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു നല്ലൊരു ഭംഗിയാണ് പറയുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. കണ്ണൂർ ജില്ലയിൽ തളിപ്പുറം അടുത്ത് പട്ടോം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമായിട്ട് എന്ന് പറഞ്ഞാൽ കുന്ന്, നല്ല അടിപൊളി കുന്ന്, കുന്നിൻ്റെതായത് നീണ്ട നെൽപ്പാടം, നെൽപ്പാടം നടുവിലൊരു റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലം പട്ടുവം. വണ്ടിയൊക്കെ പോയിട്ട് ആ റോഡിന് നടുക്ക് ചായക്കടകൾ, ഒരു 3 ചായക്കടയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഈ നെൽപ്പാടത്തിന് ഓരോ സമയത്ത് ഓരോ കളറായിരിക്കും. ഈ സമയം എനിക്ക് തോന്നുന്നു പച്ച കളറായിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് ഉണ്ടാവും. മേ ബി കുറച്ച് കഴിയുമ്പോൾ അതൊരു വെയിൽ വരുമ്പോൾ ഒരു കളർ മാറും. നെല്ലിങ്ങനെ ഫുള്ളായി വരുമ്പോൾ ഒരു സ്വർണ്ണ കളറൊക്കെ ഉള്ള നെല്ലിൻ കഥയുണ്ട്. ആ സമയത്ത് ഈ സൂര്യാസ്തമയം കൂടി വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഭംഗിയുണ്ട്. ആർക്കെങ്കിലും വരുന്നതിനൊക്കെ വന്നോട്ട്. പുഴയുണ്ട്, വയലുണ്ട്, കുന്നുണ്ട്, എല്ലാം കൂടി ഒരു അടിപൊളി സ്ഥലമാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ ചായക്കടയിൽ ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് ആ നെൽപ്പാടത്തിലേക്ക് നോക്കിയിരുന്നിട്ടില്ലേ? ഇഷ്ടം പോലെ ഡെയിലി അവിടെയുള്ള ദിവസമൊക്കെ അവിടെ ഒരു ചായ കുടിയുണ്ട്. ഈ പട്ടൂം എന്ന മനോഹരമായ ഗ്രാമം, നിസാർ പട്ടോം എന്ന വ്യക്തിയെ ഈ കഥകൾ പറയിപ്പിക്കാനായിട്ട് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടില്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ നാട്ടിൽ മനുഷ്യരുണ്ടാവില്ലേ, അപ്പോൾ മനുഷ്യർക്ക് വ്യത്യസ്തമായ കഥകളുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ സ്റ്റോറീസ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റോറീസ് കേട്ട് നമ്മൾ വളരുന്നൊക്കെ. അപ്പോൾ ചില കഥകൾ പിന്നീട് ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്, എൻ്റെ യാഥാർത്ഥ്യമൊക്കെ. പിന്നെ കാണുന്ന മനുഷ്യർ വ്യത്യസ്തരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ വ്യത്യസ്തമായ കഥകൾ, ജീവിതങ്ങൾ, അതൊക്കെ നമ്മൾ സ്വാധീനിക്കുമല്ലോ. സ്വന്തം പേരൻസും. ചെറുപ്പത്തിലെ തന്നെ നമ്മൾ കേൾക്കുന്ന ചില മനോഹരമായിട്ടുള്ള കഥകൾ, അത് എത്ര നാളുകൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല.
അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൂട്ടിവെച്ചിരുന്ന കഥകളാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ അരികിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഞാൻ മുമ്പ് ഈ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക യാത്ര നടത്തി ഇത് എവിടുന്ന ഈ കഥ വന്നെന്നുള്ളത്. പേരൻസ് വല്ലാതെ കഥ പറഞ്ഞു തന്നിട്ടില്ല. ഉമ്മയും പറഞ്ഞു തന്നിട്ട് ഓർമ്മയില്ല, ഒപ്പം തീരെ പറഞ്ഞു തന്നിട്ടില്ല. ഉമ്മ ഏതോ 1-2 കഥകളുണ്ട്. അത് പിന്നീട് എൻ്റെ മോനോട് അതേ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമ്മയും മൊയിലുമാണ്. അത് കാലാതീതമായ കഥയാണല്ലോ. അപ്പോൾ ഈ കഥയല്ലാതെ വേറൊരു കഥയും ചെറുപ്പത്തിൽ കണ്ടു. പിന്നെ ഒരു സമയം അഡോൾസൻസ് ഏജാണ് എനിക്ക് ശരിക്കും ടേണിംഗ് പോയിന്റ് ആയത്. അഡോൾസൻസ് ഏജിലാണ് പുസ്തകം വായിക്കാൻ തുടങ്ങിയതൊക്കെ. കുറച്ചും കൂടി അതിനോട് ടേസ്റ്റ് വന്നൊക്കെ ആയിച്ചില്ല. സ്വാധീനിച്ച അധ്യാപകരുണ്ട് കേട്ടോ ഒരുപാട്. ഒരു സോഫിയ ടീച്ചറൊക്കെ ഉണ്ട്. ഞാൻ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ടീച്ചർ 10ാം ക്ലാസ്സിൽ ലൈബ്രറിയനാണ്. പക്ഷെ ആള് എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുസ്തകം എടുത്തു തരും. ഞാൻ +2 കഴിഞ്ഞ് ട്രെയിനിങ് പ്രൊഫഷൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമല്ലോ നമ്മള്. ആ സമയത്തും എനിക്ക് ഈ സോഫിയ ടീച്ചറും സോഫിയ ടീച്ചർ ഹസ്ബൻഡ് ജോളി മാഷുണ്ട്. അപ്പോൾ ട്രെയിനിങ് റിലേറ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ എനിക്ക് അന്നേരം തരുമായിരുന്നു അവർ. അപ്പോൾ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ചില ലൈബ്രറിമാർ നല്ല രസമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു മംഗലശ്ശേരി എന്നൊരു സ്ഥലമുണ്ട്, വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലം. അവിടെ ഒരു വായനശാലയിൽ ലൈബ്രറിയനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇയാൾ ഓരോ പുസ്തകം നമുക്ക് സജസ്റ്റ് ഇത് ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, നല്ല രസമാട്ടാ, ഇത് വായിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ സജസ്റ്റ് ചെയ്ത കുറേ പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ എനിക്കും സജസ്റ്റ് ചെയ്ത് വൈഫിനും സജസ്റ്റ് ചെയ്ത് തരും. അപ്പം മൂപ്പർ ഇതൊക്കെ വായിച്ചിട്ട് ഇത് വേറെ ആളെ കൊണ്ട് വായിപ്പിക്കാന്ന് പറഞ്ഞല്ലേ. ഒരു ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ഒരു വയസ്സായൊരു മനുഷ്യൻ ലൈബ്രറി ഇരുന്നിട്ട് ഇങ്ങനെ പുസ്തകം വായിക്കുന്നുണ്ട്. ഇയാളെ കാണിച്ച് ലൈബ്രറിയും പറഞ്ഞു, ഈ മനുഷ്യനെ കണ്ടോ, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന അയാളാണ്, ഒരു പ്രായമായ മനുഷ്യൻ. അപ്പോൾ വൈകുന്നേരം അവിടെ വന്നിട്ട് ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കും. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ 2-3 പുസ്തകം എടുത്തിട്ട് പോകും. വീട്ടിലിരുന്ന് പിന്നെയും പുസ്തകം വായിക്കും. അപ്പം അങ്ങനത്തെ കൾച്ചറൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത്. ചില വല്ലാതെ വായിക്കുന്ന മനുഷ്യരുണ്ട്. അതിനിടയിൽ എവിടെയോ പറഞ്ഞു പോയ ഒരു പേര് പറഞ്ഞിട്ടില്ല, വൈഫ് എന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പൊ ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ഇഷ്ടം നിസാർ പട്ടുവത്തിന് മാത്രമല്ല വൈഫിനും കൂടി ഉണ്ടാവുമല്ലോ. വൈഫ് നല്ലോണം വായിക്കും. അങ്ങനെ ലയിച്ചു വായിക്കുന്ന സംഗതിയല്ലേ. മാത്രമല്ല നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ വായിക്കുന്ന പുസ്തകങ്ങൾ കുട്ടിയെ സ്വാധീനിക്കുന്നവരുണ്ട്. അവള് വായിച്ചത് ഷെർലക് ഹോംസ് കഥകളാ. അതിന്റെ എഫക്റ്റ് മോണിക്കുണ്ട്. ഇവരിങ്ങനെ ഡിറ്റക്റ്റീവ് മൈൻഡ് സെറ്റ് അപ്പോൾ ഉള്ളത്. ഇങ്ങനെ നോക്കിയിട്ട് പറയും അയാൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ മറ്റേ വാട്സണും ഷെർലക് ഹോംസ് ഒക്കെ ആവാറില്ല മോൻ. ശരിക്കും പേരൊക്കെ ഒന്ന് പറഞ്ഞാലോ നമുക്ക്. വൈഫ് നുസൈബ, മകൻ സിയാൻ അഹമ്മദ്, ഉമ്മ മുനീറ, ഉപ്പ അഹമ്മദ് കുട്ടി. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. കഥ പറയുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് പേര് ആ കഥ കേട്ടിരിക്കണമെങ്കിൽ ആ കഥ അത്രയും മനോഹരമായിരിക്കണം. അങ്ങനെ ഒരുപാട് പേര് കേട്ടിരിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് നിസാർ പട്ടു ഇങ്ങനെ ഒരു മനോഹരമായ യാത്ര നടത്തുകയാണ്. കഥേഴ്സ് #1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6-ൽ നിങ്ങളാണ് താരത്തിന്റെ സമയം. ആദ്യ ഷിഫിൻ കൂടെയുണ്ട് എന്റെ കൂടെ കഥകൾ പറഞ്ഞുകൊണ്ട് ദേ നിസാർ പട്ടു. എന്തോ പറയാമെന്നല്ലോ. ഞങ്ങൾ ഈ അടുത്ത് സ്റ്റോറി ഹീലിംഗ് എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. എന്ന് വെച്ചാൽ കുറച്ച് പേര് 10-12 പേര് 15 പേരൊക്കെ ഉണ്ടാവുക. പട്ടത്തിരുന്ന് ഓരോ വിഷയം കൊടുത്തിട്ട് കഥ പറയിപ്പിക്കും. അപ്പോൾ അവര് ഭൂരിഭാഗം പേര് അവരുടെ ജീവിതാനുഭവങ്ങളാണ് പറയാ. അതിൽ ഈ അടുത്ത് തന്നെ വല്ലാതെ ടച്ച് ചെയ്തൊരു കഥയുണ്ട്. ഇത് പറഞ്ഞതൊരു ടീച്ചറാണ്, സാജിദ എന്നൊരു ടീച്ചർ. അപ്പോൾ ഈ ടീച്ചറുടെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്. ഒരു ദിവസം ഇത് ടീച്ചർ പറയുമ്പോൾ തോരാമഴയ എന്നുള്ള റഫീഖ് അഹമ്മദിന്റെ കവിതയുമായി കണക്ട് ചെയ്തിട്ടാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു കളിപ്പാട്ടുണ്ട്, ഇങ്ങനെ ഒരു ലോക്കുണ്ട്, ലോക്ക് ഇങ്ങനെ അഴിക്കണം. അത് അത്യാവശ്യം പണിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒരു കൗതുകമായതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി വന്നിട്ട് ഇത് അഴിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു വൈകുന്നേരം ആയല്ലോ, അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് ചോദിക്കണത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തരില്ല, അടുത്ത ദിവസം നിങ്ങൾക്ക് ക്ലാസ് തരാം. അപ്പം വെള്ളിയാഴ്ചയാണ്, പിന്നെ തിങ്കളാഴ്ച ക്ലാസ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് അവൻ ഒന്നും കൂടി ചോദിച്ചു, തിങ്കളാഴ്ച എനിക്ക് എന്തായാലും ആ കളിപ്പാട്ടം തരൂല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ എന്തായാലും തരും. ഞായറാഴ്ചയാണ് അവൻ്റെ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത്, മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ടീച്ചർ അവൻ്റെ വീട്ടിലോട്ട് പോകുമ്പം അവനുണ്ട് ഈ മാട്ടൂർ എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം. അപ്പോൾ അവിടെ ഈ ഡിസേബിൾ ആയ കുറേ കുട്ടികളുണ്ട്, ഈ ജനിതകമായ പ്രശ്നം കൊണ്ട്. അപ്പോൾ ഇവൻ്റെ 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സൊക്കെ ഡിസേബിൾഡാണ്, അവർ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അതിന് താഴത്ത് ഇവനിങ്ങനെ മരിച്ചു കിടക്കുന്നവനെ കാണണേ. കുറച്ചപ്പുറത്ത് അവൻ്റെ ചോര ഇപ്പോഴും ബാക്കിയുണ്ട്, ആ തെങ്ങ് വീണ് അവൻ മരിക്കണത്. പക്ഷെ ബാക്കിയുള്ളവരെ ഓടി, ഇവന് ഓടാൻ പറ്റിയില്ല അവൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, കാലിന് വയ്യാത്തതുകൊണ്ട്. അവിടെയൊക്കെ മണലൊക്കെ വാരിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞു വെച്ചാൽ അന്ന് കഴിഞ്ഞിട്ട് ആ ചോദ്യം എപ്പോഴും മനസ്സിലുണ്ട്, തിങ്കളാഴ്ച വരുമ്പം എന്തായാലും തരില്ല എന്ന് വെച്ചിട്ട്. അപ്പം അന്ന് തിങ്കളാഴ്ച സ്കൂളിൽ പോയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ ആ കളിപ്പാട്ടെടുത്തിട്ട് ആ കബർസ്ഥാനിലേക്ക് എറിയും ടീച്ചർ. അപ്പോൾ അവൻ അവിടുന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ വാപ്പയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ ഓട്ടോക്കാരനാണ്. അപ്പം എല്ലാ ദിവസവും ഇപ്പോഴും അവൻ മരിച്ചിട്ട് 1 വർഷമായി. ഇപ്പോഴും ആ സ്കൂളിൻ്റെ അടുത്തെത്തുമ്പോൾ ഇയാൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് സ്കൂളിലേക്ക് നോക്കും. അത് പണ്ട് അവിടെ നോക്കിയിരുന്ന നോട്ടാണ്, അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞൊരു കഥയുണ്ട്. അത് വല്ലാതെ നമ്മളിങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന കഥയുണ്ടാവില്ലേ. അങ്ങനെ വേറൊരു കാതർക്ക എന്ന് പറഞ്ഞ ആൾ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. അവൾക്ക് എന്തൊരു പ്രശ്നമുണ്ട്. അപ്പം റൂമിൽ അടച്ചിട്ടാണ്.
അപ്പോൾ ആ റൂമിൽ ചുമരുകളെല്ലാം കല്ല് കാണും, കാരണം അവിടുത്തെ സിമെൻ്റൊക്കെ ഇങ്ങനെ വാരി പൊട്ടിച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും അത്രേ. അവിടെ ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹം കഴിച്ചു, പക്ഷേ ഇവളെ നോക്കാൻ വേണ്ടി ഡിവോഴ്സ് ചെയ്തു. പുറത്ത് എവിടെയും പോകില്ല. കല്യാണത്തിന് പോയിട്ട് ഒരു 5-10 മിനിറ്റ് കൂടുതൽ ഒരു കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. തിരിച്ച് ഓടി വരും ഇവളെ നോക്കാൻ വേണ്ടിയിട്ട്. ആ പെൺകുട്ടിയല്ല, ആ ചേച്ചി അല്ലാതെ വേറൊരാൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇവർ കഴിക്കില്ല. അവളുടെ പ്രസൻസ് അവൾക്ക് വേഗം മനസ്സിലാവും. വേറെ ആര് വന്നാലും അവർ ഓടിച്ചു വിടും. അങ്ങനെ ഒരു തൻ്റെ അനിയത്തിയെ നോക്കാൻ വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചൊരു ചേച്ചി ഉണ്ടാവില്ലേ, അത് വല്ലാത്തൊരു സ്നേഹം. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് മനുഷ്യരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് തുറന്നു വേറെ ലോകമുണ്ട്. ആദ്യത്തെ കുട്ടി പറഞ്ഞില്ലേ, അതിനുശേഷം ടീച്ചർ ഒരു കവിത എഴുതി ആ കുട്ടിയെ കുറിച്ചിട്ട്. അതിൽ അവസാന വരി ഇതാണ്: ഉമ്മ പേടിക്കണ്ട, ഉമ്മ സങ്കടപ്പെടേണ്ട, ഈ കുട്ടി ഉമ്മാട് പറയുന്ന പോലെ ഞാനിവിടെ കൂടി സന്തോഷവാനാണ്, എനിക്കിവിടെ വലിയ വേദനകളൊന്നുമില്ല, ഉമ്മ വരുന്നവരെ ഞാൻ ഇവിടെ കാത്തിരിക്കാം എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന തീർച്ചയായിട്ടും വേദന നിറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മേ ബി ആ ടീച്ചറിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കാം, പിന്നെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരിക്കും. യെസ്, എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ കഥയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു കുറേ സമയം ഒരു സൈലൻസ് ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതിന് നമ്മൾ പിന്നെ ആ സൈലൻസ് കുറേ നേരം കൊണ്ടുപോകാനും പറ്റില്ല, കാരണം ആ മൂഡ് മാറ്റണം നമ്മൾ. യെസ്, നമ്മളതിൽ ഹ്യൂമർ ആഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടത് യെസ് ആ മൂഡൊക്കെ മാറ്റി. കാരണം ഒരേ മൂഡിൽ നമ്മൾ കുറേ നേരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. യെസ്, അപ്പം ഈ മൂഡ് മാറ്റി പിന്നെ റിഫ്രഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങ് മൂടങ്ങ് മാറ്റും, പിന്നെ അങ്ങ് പിന്നെ ഫ്രഷ് ആവും. അപ്പം അതിങ്ങനെ ഫ്രഷ് ആയിട്ടും ഇതിങ്ങനെ അതിൻ്റെ ഒരു ബാലൻസിങ് വേണം, അല്ലെങ്കിൽ ബോറം പരിപാടിയാവില്ലേ, ദുരന്തമാവും. അതായത് എല്ലാ ചേരുവകളും ചേർന്ന ഒരു രസക്കൂട്ടാണ് സ്റ്റോറി ഹീലിംഗ് ആയിട്ട് നിസാർ പട്ടു നൽകുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ സന്തോഷവും സങ്കടവും ആളുകളുടെ ചിന്തകളുണ്ടാവും. നമ്മുടെ തോട്ടിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് പ്രോഗ്രാമിലൊരു അനീസ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു, ഐഫർ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു. മൂപ്പര് സംഗതി പറഞ്ഞതെന്ന് വെച്ചാൽ മൂപ്പര് ടീമിനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തു. ടാർഗറ്റ് സെറ്റ് ചെയ്തതിന് മൂപ്പര് എന്ത് ചെയ്തു, ഓഫർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് ഐഫോൺ തരുന്നവർ. അപ്പോൾ മൂപ്പര് അടുത്തൊരാൾ ചോദിച്ചത്, നിങ്ങളെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും ഐഫോണാണ് വേണ്ടത്, നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിച്ചു. മൂപ്പരാണ് ശരിയാണല്ലോ, അത് ഉറപ്പില്ലല്ലോ. മൂപ്പര് പിന്നെ ചെയ്തത് എന്താ വെച്ചാൽ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം വിഷ് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഓരോ HR എന്ത് ചെയ്യും, ഓരോരുത്തരും വിഷ് ലിസ്റ്റ് ചോദിക്കും. ഈ വർഷം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ചോദിക്കും. ആ വിഷ് ലിസ്റ്റാണ് അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇവർ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ചില ആൾക്ക് ഇന്ന സ്ഥലത്ത് യാത്ര പോകണമെന്നായിരിക്കും. എൻ്റെ മുമ്പ് അത്ഭുതമായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരാൾക്ക് പോലും ഐഫോൺ എഴുതിയിട്ടില്ല, യാത്ര എഴുതിയ ആളുകളുണ്ട്, ഫാമിലീനെ കൊണ്ട് പോകണം എന്നുള്ള എഴുതിയ ആളുണ്ട്. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ അവിടെ എഴുതി. ആ ആഗ്രഹങ്ങൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, നടത്തി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുമല്ലോ അതിൽ നിന്ന്. അപ്പോൾ കേൾക്കുന്നതിലൂടെ നമുക്ക് പഠിക്കാൻ കുറേ സംഗതികൾ കിട്ടും, അവരുടെ ചിന്തകൾ. ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്. ഈ കഥ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, വളരെ രസമായിട്ട് കഥ ചുമ്മാ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ കൂടെ നമ്മളൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. ഒരു ഒറ്റ മിനിറ്റിൽ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അല്ലേ. നമ്മൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് സ്റ്റോറിയുടെ. ഒന്നാമത്തെ സ്ട്രക്ചർ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയും. രണ്ടാമത് എന്താണോ പ്രോബ്ലം അല്ലെങ്കിൽ സിറ്റുവേഷൻ, ക്ലൈമാക്സ്. 3 സംഗതിയാണ് കഥക്കുണ്ടാവുക. ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഞങ്ങളെ ത്രില്ലടിപ്പിച്ച എലമെന്റ്സ് ഉണ്ടാവും, അത് മാത്രം എടുക്കും. കാരണം അത് എല്ലാം പറയണമെന്നുണ്ടാവില്ല. ഒരു കഥ ഒരാൾ എഴുതുമ്പോൾ അയാൾ കുറേ പാസ്റ്റിലേക്കും പ്രസന്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകും. നമ്മൾ ആ ഏതെങ്കിലും ഒരു എലമെന്റ് മാത്രം എടുക്കുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. ഇപ്പോൾ മതിലുകൾ പറയുകയാണെങ്കിൽ മതിലുകൾ നിങ്ങൾ വായിക്കാത്ത സമയം എടുക്കും, കുറച്ച് അത്യാവശ്യം സമയം വേണമല്ലോ, കുറച്ച് മണിക്കൂറുകൾ എടുക്കണം. അപ്പം മതിലുകൾ എനിക്ക് പറയാൻ 1 മിനിറ്റ് 1.5 മിനിറ്റ് മതി ഉണ്ടാവും. കാരണം ബഷീർ ജയിലിലാവും. ജയിലിൽ നിന്നാണ് നാരായണിയെ പരിചയപ്പെടുന്നത്. മതിലപ്പുറത്താണ് നാരായണി, മതിലപ്പുറം ബഷീർ. നാരായണിയോടെ ഞാൻ വരുമ്പോൾ ഒരു കമ്പ് മുകളിലോട്ടിടാം, ഞാനും വരും. ബഷീറോട് എനിക്ക് നിന്നൊന്നും കാണണമായിരുന്നു, നാളെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാം, ഞാനും വരുന്നതാണ്. തിരിച്ചടക്കുമ്പോൾ ജയിലർ വന്നിട്ട് പറയും, ബഷീർ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ ജയിൽ മോചനായിരിക്കുന്നു, നിങ്ങൾക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ബഷീർ വന്ന ഡയലോഗുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമൊന്നും വേണ്ട, ഞാൻ ജയിലിൽ തന്നെ നിന്നോളാന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പോരാടിയ, ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പോരാടിയ മനുഷ്യനാണ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനാണ്, എന്നിട്ട് ജയിലായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയണേ. അതിന് ഇന്നർ മീനിങ് ഉണ്ട്. സംസാരിക്കാൻ ആളുടെ ജയിൽ സ്വർഗ്ഗമാണ്. എന്നാൽ വല്ലാത്തൊരു മെസ്സേജ് സിമ്പിളായിട്ട് പറഞ്ഞൊരു ഭാഗമാണ്. ഒരുപാട് ഇടങ്ങളിലേക്ക്, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല പല രാജ്യങ്ങളിലേക്ക് ഒക്കെ കഥകൾ പറയാനായിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും പ്രവാസ ലോകത്തേക്ക് കഥകൾ പറയാനെത്തുമ്പോൾ അവർക്ക് വേണ്ടി കരുതുന്നത് എന്തൊക്കെയാണ്? തിരിച്ചാണ്. ഈ പ്രവാസികൾക്ക് നമ്മൾ കല്ലുമ്മക്കായും ഇതൊക്കെയാണ് കൊണ്ടുവരിക. പക്ഷെ ഇവിടെ ഭയങ്കര ലവിങ് ആണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ
നാട്ടിൽ നിന്ന് ഒരാൾ, കാരണം നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വരുമ്പോഴേ ആ മനുഷ്യരിലൂടെ ഒരു നാട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രവാസികൾ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ലവ് ഇവിടെ വന്നപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാണുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ അവർ സമയം നമുക്ക് വേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മളെ ട്രീറ്റ് ചെയ്യണു. അങ്ങനെ ഖത്തറിൽ കുറച്ച് കൂടുതലുണ്ട്. ഖത്തർ കുറച്ചും കൂടി പീസ്ഫുള്ളാണ് അല്ല, എനിക്ക് തോന്നിയത് ഭയങ്കര സമാധാനം, ശാന്തം, തിരക്കുകളില്ല, സ്വസ്ഥമാണ്. അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ലവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹോം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലേക്കൊരു അറ്റാച്ച്മെന്റ് ഈ നാടിനോടുമുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇടമുണ്ട്. അതാണ് പലപ്പോഴും തിരക്കുകളാകുമ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടാതെ വരുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ഓരോ വ്യക്തിക്കും അവരുടേതായുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെയൊക്കെ വന്നിട്ട് ഈ പ്രവാസ ലോകത്തുള്ള കഥകളൊക്കെ കേൾക്കുന്നു, അവരോട് ഇടപഴകുന്നു, തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. 100% എനിക്കറിയാം ഇവിടത്തെ ഉള്ളവരുടെ കഥകൾ നാട്ടിൽ പറയുമോ? ഉറപ്പല്ലേ? ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു, ഏത് രാജ്യമാണെങ്കിലും കുഴപ്പമില്ല, ഒരു സ്റ്റോറി എന്തായിരിക്കും? ഒരു പ്രവാസിയെ മനസ്സിലാക്കി തന്നൊരു കഥ പ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ, ഇവിടെ തന്നെയുള്ള ഖത്തറിലുള്ള, ഒരു തവണ മൂപ്പര് അച്ഛൻ്റെ ഒരു കഥ പറഞ്ഞു. നാട്ടിലുണ്ടായപ്പോഴാണ് അത്ര അച്ഛന്, ഇവരൊക്കെ ചെറുത സമയം തോന്നുന്നു, അറ്റാക്ക് വന്നു. അപ്പോൾ എന്തോ ആൻറ്റിയോഗ്രാം എന്തോ റേഡിയോ എന്തോ ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ 2 ലക്ഷം ചിലവ് വരും. ആ 2 ലക്ഷം ചിലവ് വരുന്ന ഉറപ്പിച്ച ശേഷം മുമ്പ് തിരിച്ച് ഗൾഫിലോട്ട് വരുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചികിത്സക്കാൾ 2 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് മുമ്പ് മരിക്കുകയൊക്കെ ചെയ്യണത്. അത് ചില പ്രവാസികളുടെ ഒരു കോൺസെപ്റ്റാണല്ലോ, ചിലപ്പോൾ ആ ചിന്തയായിരിക്കും ഉള്ളത്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ പ്രവാസികളും 2 വർഷം നിന്നിട്ട് തിരിച്ചു പോകാൻ വന്ന പ്രവാസികളാണ്. അങ്ങനത്തെ കുറേ പ്രവാസികൾ 20 വർഷമായിട്ടൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ കുറെ പ്രവാസികളൊക്കെ കാണാൻ പറ്റും. നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് ഇപ്പൊ പലരും, അല്ലേ? അത് എവിടെയെങ്കിലും ഒന്ന് പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ചാൽ ബോറാവൂ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ബോർഡേഴ്സ് അവിടെ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് അത് പൊട്ടിച്ച് ആ ഷെല്ലിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നിസാർ പട്വത്തിന്റെ കഥകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകേണ്ടതും മനസ്സിലായി വരുന്നതും. അപ്പോൾ റേഡിയോ മലയാളത്തിലൂടെ രസമായിട്ട് കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞതിൽ ഇനിയും മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനായിട്ട് പറ്റട്ടെ. ഈ 1300 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ എണ്ണം വളരെ ഫാസ്റ്റായിട്ട് കൂടിക്കൊണ്ടേയിരിക്കട്ടെ. എല്ലാവിധ വിശ്വാസം ഞങ്ങൾ അറിയിക്കുക. സന്തോഷം, ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയതിൽ. റേഡിയോ ഇവിടുത്തെ ഖത്തറിൽ സജീവമായ റേഡിയോ മുന്നോട്ട് ചെയ്യാറുണ്ട് എപ്പോഴും. കൂടുതൽ വിജയങ്ങളിലേക്ക് നിങ്ങൾക്കും സ്ഥാപനവും ഒരുപാട് വലിയ വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.